ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൺട്രോളറിനെ കുറിച്ചാണ്. കൺട്രോളർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പെർഫോമൻസ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം. ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ടു മെയിൻറ്റെയിൻ ദ വാല്യൂ ഓഫ് ദ കൺട്രോൾഡ് വേരിയബിൾ അറ്റ് ദ സെറ്റ് പോയിൻറ്റ്. നമ്മൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രോസസ്, സെൻസർ, കൺട്രോളർ, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് കൺട്രോളർ. ഈ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ ഓഫ് ദ പാരാമീറ്റർ കൺട്രോളറാണ്. കൺട്രോളേഴ്സ് ഇംപ്രൂവ്സ് ദ സ്റ്റഡി സ്റ്റേറ്റ് ആക്യുറസി ബൈ ഡിക്രീസിങ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ. As the steady state accuracy improves, the stability also improves. സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് നമ്മൾ റിക്വയർഡ് സെറ്റ് പോയിൻറ്റിൽ നിന്ന് ഉള്ള വേരിയേഷൻ, നമ്മുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ സെറ്റ് പോയിൻറ്റിൽ നിന്നുള്ള വേരിയേഷനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി സ്റ്റേറ്റ് എറർ കുറയ്ക്കുക എന്നുള്ളതാണ് കൺട്രോളറിൻ്റെ ഡ്യൂട്ടി. ഈ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിനകത്ത് ഒരു തിങ്കിങ് പാരാമീറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൺട്രോളറാണ്. അതുകൊണ്ടാണ് കൺട്രോളറിനെ നമ്മൾ ബ്രെയിൻ ഓഫ് ദ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻപുട്ട് ഡസ് നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഒരിക്കലും അറിയുന്നില്ല ഔട്ട്പുട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇൻപുട്ട് അറിയുന്നില്ല. ഈ രീതിയിലുള്ള കൺട്രോൾ സിസ്റ്റത്തെയാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നോസ് എവറി ടൈം വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാരാമീറ്റർ ചേഞ്ചിനെ പറ്റി ഇൻപുട്ട് എപ്പോഴും അവെയർ ആയിരിക്കുന്നു. ഈ രീതിയിലുള്ള കൺട്രോൾ സിസ്റ്റത്തെയാണ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. നമ്മളൊരു എക്സാമ്പിൾ, ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ ടെമ്പറേച്ചറിനെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ ആ പ്രൈമറി സെൻസർ, ആ പാരാമീറ്റേഴ്സിനെ മെഷർ ചെയ്യുന്ന ആ പ്രൈമറി സെൻസറാണ് അവിടെ ഫീഡ്ബാക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് ഉണ്ടാവുകയില്ല, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് ഉണ്ടാകും. ആ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെൻസർ വഴിയായിരിക്കും ഫീഡ്ബാക്ക് എടുക്കുക. ഇത് ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെയും ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെയും ബ്ലോക്ക് ഡയഗ്രമാണ്. ഇതിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഫീഡ്ബാക്ക്. രണ്ടാമത്തെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഒരു ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക്, മെഷറിംഗ് എലമെൻറ്റ് വഴി ഒരു ഫീഡ്ബാക്ക് ഇൻപുട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിസ്റ്റമാണ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോസ്റ്റിംഗ് മെഷീനിലാണെങ്കിൽ അതിൽ ബ്രെഡിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഡയറക്റ്റ് മെഷർ ചെയ്യുന്നില്ല. അതൊരു ടൈം ബേസ്ഡ് ആണ്. ഒരു ഇത്ര ടൈമിനുള്ളിൽ ക്യൂറായി എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ടെമ്പറേച്ചർ ആയോ ഇല്ലയോ, ബ്രെഡ് അത് കറക്റ്റായിട്ട് ക്യൂറായോ ഇല്ലയോ എന്നുള്ളത് അവിടെ നോക്കുന്നില്ല. ഈ രീതിയിലുള്ളത് അതിൻ്റെ സിസ്റ്റത്തെയാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ടെമ്പറേച്ചർ നമ്മളവിടെ മെഷർ ചെയ്യുന്നില്ല. ആ സമയത്ത് ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ റൂം ഹീറ്റിംഗ്, നമ്മുടെ ഒരു റിമോട്ട് വഴി നമ്മളൊരു എ സിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. അപ്പോൾ അത് റൂമിൻ്റെ നിലവിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്ത് അതിനുള്ളിൽ ഒരു കമ്പാരറ്റർ ഉണ്ടാവും. നമ്മൾ സെറ്റ് പോയിൻറ്റും ആക്ച്വൽ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് ആക്ഷൻ എടുക്കുന്നു. അതനുസരിച്ചിട്ട് റൂമിൻ്റെ ടെമ്പറേച്ചറിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള തീരുമാനം കൺട്രോളർ എടുക്കുന്നു. ഈ രീതിയിലുള്ള സിസ്റ്റത്തെയാണ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം. നമ്മൾ ഈ ക്ലോസ് ലൂപ്പ് സിസ്റ്റം പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം. ഈ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിനകത്ത് ആണ് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം വരുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, റെഡ്യൂസിങ് ദ മാനുവൽ ലോഡ്. മാനുവൽ ലോഡ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുക മാത്രമല്ല, അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നുള്ള ഡ്യൂട്ടിയും കൂടെ വരുന്നുണ്ട്. അടുത്ത്, ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു പ്രോസസ്സ് വഴി ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം
പ്രമുഖ പങ്കുവഹിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പാരാമീറ്റേഴ്സിനെ മെഷർ ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്യുവാനൊക്കെ പറ്റും. ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിന് അതാണെങ്കിൽ നമ്മൾ കൂടുതൽ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് നമുക്ക് കറക്റ്റായിട്ട് ഒരു ടോളറൻസ് ലിമിറ്റിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ള അലാം അടക്കം സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇംപ്രൂവിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, പ്രൊഡക്ഷൻ റേറ്റ് കൂട്ടുവാൻ പറ്റും. അതിന് മെയിനായിട്ട് കാരണം ബ്രേക്ക് ഡൗൺ കുറയ്ക്കാൻ കഴിയും. ഒരു പ്ലാന്റിൻ്റെ ബ്രേക്ക് ഡൗൺസിൻ്റെ എണ്ണം കുറയുന്നതോടൊപ്പം പ്രൊഡക്ഷൻ റേറ്റ് കൂടും. അത് നമുക്ക് കറക്റ്റായിട്ട് പ്രോബ്ലംസ് ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ട്രബിൾ ഷൂട്ട് ചെയ്യുവാൻ നമുക്ക് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കൂടുതൽ സെൻസറുകളും കൂടുതലായിട്ടുള്ള പാരാമീറ്റേഴ്സ് മെഷർമെൻറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് ട്രബിൾ ഷൂട്ട് ചെയ്യുവാനും അതനുസരിച്ച് ബ്രേക്ക് ഡൗൺ കുറയുകയും പ്രൊഡക്ഷൻ റേറ്റ് കൂടുകയും ചെയ്യും. അടുത്ത ഇംപ്രൂവിങ് ദ സേഫ്റ്റി ഓഫ് ദ പ്രോസസ്സ്. ഒരു പ്രോസസ്സിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് മെഷീനറി സേഫ്റ്റി മാത്രമല്ല, ഒരു ഓപ്പറേറ്ററുടെ സേഫ്റ്റി കൂടി അതിൽ അടങ്ങുന്നത്. ഒരു ഓപ്പറേറ്ററുടെ സേഫ്റ്റിയും കൂടെ വരുമ്പോഴാണ് ഒരു ടോട്ടൽ പ്രോസസ് സേഫ്റ്റി എന്ന് ഉദ്ദേശിച്ചത്. മെഷീനറി സേഫ്റ്റി മാത്രമല്ല, ഓപ്പറേറ്റർ സേഫ്റ്റിയുടെ. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോസസ് ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു ടോക്സിക് ഗ്യാസസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഇൻറ്റിമേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ വളരെ ഫാസ്റ്റായിട്ടുള്ള എന്തെങ്കിലും മൂവ്മെൻറ്റ്, അൺവാണ്ടഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, മെഷീൻ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ അതിനെ അലാംസ്, അത് ഇതിനെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് മാക്സിമം പാരാമീറ്റേഴ്സിൻ്റെ മെഷർമെൻറ്റ് വഴിയാണ്, സെൻസറുകളും മെഷർമെൻറ്റുകളും വഴി. അപ്പോൾ അതുപോലെ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൽ നമുക്ക് സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് റെഡ്യൂസിങ് ദ ലേബർ കോസ്റ്റ് ആൻഡ് റെഡ്യൂസിങ് ദ ബ്രേക്ക് ഡൗൺ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബ്രേക്ക് ഡൗൺസ് കുറയ്ക്കാൻ പറ്റും, ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. അടുത്തത് റെഡ്യൂസിങ് ദ പവർ കൺസപ്ഷൻ. ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൽ പവർ കൺസപ്ഷൻ വളരെയധികം കുറയ്ക്കുവാൻ പറ്റും. ഇൻക്രീസിങ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ പ്രോസസ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മോഡിഫിക്കേഷൻസ്, ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ മോഡിഫൈ ചെയ്യുവാൻ നമുക്ക് വളരെ എളുപ്പം സാധിക്കും. ഇൻക്രീസിങ് ദ പ്രോഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അറ്റ് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ഇമ്പ്രൂവ് ആകും. ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിനകത്ത് നമുക്ക് അടുത്തായിട്ട് 3 പാരാമീറ്റേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന് പ്രോസസ് വേരിയബിൾ. ഏതൊരു വേരിയബിളിനെയാണോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതിനെയാണ് പ്രോസസ് വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ സെറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ആ പ്രോസസ് വേരിയബിൾ നമ്മൾ റിക്വയർഡ് പൊസിഷനിൽ എത്തിക്കുക. ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ 100 ഡിഗ്രി 110 ഡിഗ്രി ആവശ്യമുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അവിടെ സെറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറാണ്. അത് ഏത് പാരാമീറ്റർ ആയാലും, ടെമ്പറേച്ചർ, ലെവൽ, പ്രഷർ, ഫ്ലോ, ഏത് പാരാമീറ്റർ ആയാലും അതിൻ്റെ റിക്വയർഡ് വാല്യൂ എത്തിക്കുക. ആ വാല്യൂവിനെയാണ് നമ്മൾ സെറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് മാനിപ്പുലേറ്റഡ് വേരിയബിൾ. ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിനകത്ത് കൺട്രോളറാണ് തീരുമാനമെടുക്കുന്നത് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നുള്ളത്. ഈ കൺട്രോളറിൻ്റെ തീരുമാനം അനുസരിച്ചിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതിനാണ് പറയുന്നത് മാനിപ്പുലേറ്റഡ് വേരിയബിൾ. ഈ മാനിപ്പുലേറ്റഡ് വേരിയബിളിനെ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് പ്രോസസ് വേരിയബിളിനെ റിക്വയർഡ് വാല്യൂയിൽ എത്തിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടാങ്കിൻ്റെ ലെവൽ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ലെവൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അതിൽ ലെവലാണ് പ്രോസസ് വേരിയബിളായിട്ട് വരുന്നത്. സെറ്റ് പോയിൻ്റ് നമ്മൾ കൺട്രോളിൽ സെറ്റ് ചെയ്യുന്നു. മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്ന് പറയുന്നത് ആ ടാങ്കിനുള്ളിലേക്ക് നമ്മൾ ഒരു വാൽവ് വഴിയാണ് വെള്ളത്തിനെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെ ഫ്ലോ റേറ്റാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫ്ലോ റേറ്റാണ് അവിടെ മാനിപ്പുലേറ്റഡ് വേരിയബിൾ. അപ്പോൾ ഒരു കൺട്രോൾ വാൽവ് വഴി വെള്ളം ഫ്ലോ ചെയ്ത ടാങ്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ടാങ്കിൻ്റെ ലെവല് റിക്വയർഡ് സെറ്റ് പോയിൻ്റിൽ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോസസ് വേരിയബിൾ എന്ന് പറയുന്നത് ലെവൽ ഓഫ് ദ ടാങ്ക്, സെറ്റ് പോയിൻ്റ് നമ്മൾ കൺട്രോളർ ഫിക്സ് ചെയ്യുന്നു. ദെൻ മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്ന് പറയുന്നത് വാട്ടർ ഫ്ലോ റേറ്റ് ആണ്. ഇത് ഓൾറെഡി ഒരു ബ്ലോക്ക് ഡയഗ്രം വഴി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ ആൻഡ് അനലോഗ് കൺട്രോൾ സിസ്റ്റം. ഡിജിറ്റൽ എന്ന് പറയുന്നത് സിഗ്നൽസ് ഡീലിംഗ് വിത്ത് 0 and 1. അനലോഗ് ദാറ്റ് ഈസ് കണ്ടിന്യൂസ് സിഗ്നൽ. ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റത്തിൽ പ്രോസസ്സിംഗ് സ്പീഡ് കൂടുതലായിരിക്കും, അനലോഗ് കൺട്രോൾ സിസ്റ്റത്തിൽ പ്രോസസ്സിംഗ് സ്പീഡ്
കുറവായിരിക്കും. മോഡിഫിക്കേഷൻ, ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റത്തിൽ മോഡിഫിക്കേഷൻ വളരെ ഈസിയാണ്, ആക്യുറസി കൂടുതലുമാണ്. അനലോഗ് കൺട്രോൾ സിസ്റ്റത്തിൽ മോഡിഫിക്കേഷൻ ബുദ്ധിമുട്ടാണ്, ആക്യുറസി നോട്ട് സോ ഹൈ ആസ് ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം. അതുപോലെ പവർ എഫിഷ്യൻസി ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റത്തിൽ കൂടുതലാണ്, അനലോഗ് കൺട്രോൾ സിസ്റ്റത്തിൽ പവർ എഫിഷ്യൻസി കുറവാണ്. അടുത്തത് സ്റ്റോറേജ്, അനാലിസിസ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ ഈസ് ഈസി ആൻഡ് കൺവീനിയൻറ്റ് ഇൻ ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ വിവിധതരം പാരാമീറ്റേഴ്സ് ഉണ്ടാകും. ഈ പാരാമീറ്റേഴ്സിനെയൊക്കെ നമുക്ക് നമ്മുടെ റിക്വയർഡ് സെറ്റ് ഇതിൽ നിർത്തണമെങ്കിൽ പല പാരാമീറ്റേഴ്സും നമുക്ക് മെഷർമെൻറ്റിനോടൊപ്പം തന്നെ റെക്കോർഡ് ചെയ്യേണ്ടി വരും, ഡേറ്റാസ് സ്റ്റോർ ചെയ്യേണ്ടി വരും. അത് പുതിയ ന്യൂ ജനറേഷൻ ടെക്നോളജി വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റംസ് ആണ്. അനലോഗ് കൺട്രോൾ സിസ്റ്റത്തിൽ ഈ പറയുന്ന സ്റ്റോറേജും അനാലിസിസും പ്രോസസ്സിങ്ങും ഒക്കെ ഡിഫിക്കൽട്ടാണ്. അതുപോലെ നോയിസ്, ഇൻ്റർഫറൻസ് ആൻഡ് ഡിസ്റ്റോർഷൻ വളരെ കുറവാണ് ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റത്തിൽ, ഇത് കൂടുതലാണ് അനലോഗ് കൺട്രോൾ സിസ്റ്റത്തിൽ. ഈ പ്രയോജനങ്ങൾ, ഈ ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റത്തിന് ഈ പറയുന്ന പ്രത്യേകതകളെല്ലാം ഉള്ളതുകൊണ്ട് അത് വൈഡ്ലി യൂസ്ഡ് ആണ്. അനലോഗ് കൺട്രോൾ സിസ്റ്റം റെയർലിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓൺ ഓഫ് കൺട്രോളർ. ഓൺ ഓഫ് കൺട്രോളർ അതിന് മറ്റൊരു പേരുകൂടിയുണ്ട്, 2 പൊസിഷൻ കൺട്രോളർ എന്ന് പറയും, അല്ലെങ്കിൽ 2 മോഡ് കൺട്രോളർ. ഇത് വളരെ ഏറ്റവും സിമ്പിളായ ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റമാണ് ഓൺ ഓഫ് കൺട്രോളർ. ആൻഡ് ഓൺ ഓഫ് കൺട്രോളർ സിംപ്ലി ഡ്രൈവ്സ് ദ മാനിപ്പുലേറ്റഡ് വേരിയബിൾ ഫ്രം ഫുള്ളി ക്ലോസ്ഡ് ടു ഫുള്ളി ഓപ്പൺ ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ കൺട്രോൾഡ് വേരിയബിൾ റിലേറ്റ് ടു ദ സെറ്റ് പോയിൻറ്റ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ സെറ്റ് പോയിൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ് വേരിയബിൾ കറക്റ്റായിട്ടുള്ള നമ്മുടെ റിക്വയർഡ് സെറ്റ് പോയിൻറ്റ് നിൽക്കുകയില്ല, അതിന് പകരം ഒരു ഓസിലേറ്റ്, ഓൺ ഓഫ് കൺട്രോളിൽ ഒരു ഓസിലേഷൻ നടന്നുകൊണ്ടിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു റൂം, ഒരു വാട്ടർ ഹീറ്റിംഗ് നമ്മൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റം, ഒരു ചേമ്പറിലെ വെള്ളം ചൂടാക്കുന്നൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, അപ്പോൾ നമുക്കൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ വേണം? ഒരു സെൻസറായിട്ട് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണം. അതിന് നമുക്ക് തെർമോകപ്പിളോ RTDO ഉപയോഗിക്കാം, തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കാം. കൂടാണ്ട് കൺട്രോളറായിട്ട് ഇലക്ട്രോണിക് കൺട്രോളറുണ്ട്. ദെൻ ഫൈനൽ കൺട്രോൾ എലിമെൻറ്റ്, ടെമ്പറേച്ചർ കൂടാനും കുറയ്ക്കാനും നമുക്ക് ഹീറ്റർ ഉപയോഗിക്കാം, ഫൈനൽ കൺട്രോൾ എലിമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു സിമ്പിളായൊരു ക്ലോസ്ഡ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഓൺ ഓഫ് കൺട്രോളർ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണമെന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ടെമ്പറേച്ചർ 80 ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലവിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ സമയത്ത് ടെമ്പറേച്ചർ സെറ്റ് പോയിൻറ്റിനേക്കാളും ആക്ച്വൽ ടെമ്പറേച്ചർ കുറവായതിനാൽ ഹീറ്റർ ഓൺ ആകണം. ഹീറ്റർ ഓൺ ആകുന്നു. ഹീറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി 80 ഡിഗ്രി ജസ്റ്റ് എത്തുമ്പോൾ 80 ഡിഗ്രി ജസ്റ്റ് എബോവ് ആകുമ്പോഴേക്കും ഹീറ്റർ ഓഫ് ആകുന്നു. ഹീറ്റർ ഓഫ് ആയതാലും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആ ഹീറ്റർ നിലവിലുള്ള ആ ഹീറ്ററിൻ്റെ ചൂട് പെട്ടെന്ന് തന്നെ മാറാത്തതുകൊണ്ട് ഒരു ജസ്റ്റ് ഓവർഷൂട്ട് ഉണ്ടാവും, 80 മുകളിലേക്ക് പോകാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ വാട്ടർ മീഡിയം, ചേമ്പറിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ വേരിയേഷൻ, ഇതെല്ലാം അനുസരിച്ചിട്ട് അത് ഓവർഷൂട്ട് ഉണ്ടാകും. ഓവർഷൂട്ട് ഉണ്ടായ ശേഷം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു 85 ഡിഗ്രി എത്തിയ ശേഷം നമ്മുടെ 80 ആണ് നമ്മുടെ സെറ്റ് പോയിൻറ്റ്, 85 എത്തിയ ശേഷം വീണ്ടും താഴ്ന്നു വന്ന് 80 ഡിഗ്രി താഴെ പോവുകയാണെങ്കിൽ വീണ്ടും ഹീറ്റർ ഓൺ ആവുന്നു. ഹീറ്റർ ഓൺ ആയാലും ഉടൻ തന്നെ ടെമ്പറേച്ചർ കൂടുകയില്ല, കുറച്ചും കൂടെ താഴെ പോയി പിന്നെ താഴെ വന്നിട്ടായിരിക്കും കയറുക. ഇത് 75 ഡിഗ്രിയിലാണ് നമ്മൾ തിരിച്ച് കയറുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 75-ലും 85-ലും ഈ ടെമ്പറേച്ചർ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഈ രീതിയിലുള്ള ഓസിലേഷൻസ് ഈ ഓൺ ഓഫ് കൺട്രോളിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു വാട്ടർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, L1 L2 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ സപ്ലൈ വരുമ്പോൾ വെള്ളത്തിനെ കടത്തിവിടുന്നതാണ്. ഒരു സോളിനോയിഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടാങ്കിൻ്റെ വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ L2 എന്ന് പറയുന്നത് ഹൈ ലെവലും L1 ലോ ലെവലുമാണ്. L2-ൽ എത്തുമ്പോൾ സോളിനോയിഡ് ഓഫ് ആകും. അതായത് സോളിനോയിഡ് ഓൺ ആകുമ്പോഴാണ് വെള്ളം എൻ്റർ ചെയ്യുക. വെള്ളം എൻ്റർ ചെയ്ത് L2 ലെവൽ എത്തുമ്പോഴത്തേക്കും സോളിനോയിഡ് കട്ടാവും. സോളിനോയിഡ് കട്ടാകുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ലെവൽ L2 നിന്നു. അതിനുശേഷം വെള്ളം നമ്മൾ കൺസപ്ഷൻ വഴി വെള്ളം കുറഞ്ഞ് തിരിച്ച് L1 എത്തുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും സോളിനോയിഡ് ഓൺ ആകും, വെള്ളം ടാങ്കിലേക്ക് എൻ്റർ ആകും. ഈ രീതിയിലുള്ള ഒരു
ഓൺ ഓഫ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓൺ ഓഫ് കൺട്രോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഡിസൈഡ് സെറ്റ് പോയിന്റിൽ റീച്ച് ചെയ്യില്ല. എപ്പോഴും ആ സെറ്റ് പോയിന്റ് പ്ലസ് ഓർ മൈനസ് ആയിട്ട് ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഓൺ ഓഫ് കൺട്രോളിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്ത് ഡയറക്റ്റ് ആക്ടിംഗ് ആൻഡ് റിവേഴ്സ് ആക്ടിംഗ് കൺട്രോളർ. ഡയറക്റ്റ് ആക്ടിംഗ് കൺട്രോളർ ഈസ് വൺ ഹൂസ് ഔട്ട്പുട്ട് ടെൻസ് ടു ഇൻക്രീസ് ആസ് ദ മെഷർമെൻറ്റ് സിഗ്നൽ ഇൻക്രീസസ്. ഇപ്പോൾ ഡയറക്റ്റ് ആക്ടിംഗ് കൺട്രോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മെഷർമെൻറ്റ് സിഗ്നൽ സെറ്റ് പോയിൻറ്റിനേക്കാൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ മെഷർമെൻറ്റ് സിഗ്നൽ ഒരു 80 ഡിഗ്രി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 80 ഡിഗ്രിക്ക് മുകളിലേക്ക് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ കൺട്രോളിൻ്റെ ഔട്ട്പുട്ടും കൂടുന്ന കേസിനെയാണ് ഡയറക്റ്റ് ആക്ടിംഗ് കൺട്രോളർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെറ്റ് പോയിൻറ്റ് റീച്ച് ചെയ്ത ശേഷവും ഏത് പാരാമീറ്റർ ആയിക്കോട്ടെ, സെറ്റ് പോയിൻറ്റ് റീച്ച് ചെയ്ത ശേഷം വീണ്ടും കൂടുകയാണെങ്കിൽ ഔട്ട്പുട്ടും കൂടുന്നതാണ് എങ്കിൽ അതിനെ എന്ത് പറയുന്നു? ഡയറക്റ്റ് ആക്ടിംഗ് കൺട്രോളർ എന്ന് പറയുന്നു. മറ്റു ചിലതിൽ നമ്മുടെ ആക്ച്വൽ ടെമ്പറേച്ചർ ആക്ച്വൽ പാരാമീറ്റർ എത്തിയ ശേഷം വീണ്ടും പാരാമീറ്റർ കൂടുകയാണെങ്കിൽ ഔട്ട്പുട്ട് കുറയുന്ന കേസുണ്ട്. അതിനെ റിവേഴ്സ് ആക്ടിംഗ് കൺട്രോളർ എന്ന് പറയുന്നു. നമ്മൾ കൺട്രോൾ വാൽവ്, ഫൈനൽ കൺട്രോൾ എലമെൻറ്റിലെ കൺട്രോൾ വാൽവ് പഠിക്കുമ്പോൾ നോർമലി ഓപ്പൺ വാൽവും നോർമലി ക്ലോസ്ഡ് വാൽവും പഠിക്കുന്നുണ്ട്. നോർമലി ഓപ്പൺ വാൽവ് എന്ന് പറഞ്ഞാൽ വാൽവുകളെല്ലാം പഠിക്കുന്നത് എയർ സിഗ്നൽ വഴിയാണ്. നോർമലി ഓപ്പൺ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ കേസിൽ ഓപ്പൺ ആയിരിക്കും, എയർ വരുമ്പോഴാണ് ക്ലോസ് ആവുക. നോർമലി ക്ലോസ് വാൽവ് എന്ന് പറഞ്ഞാൽ നോർമലി ക്ലോസ് ആണ്, എയർ ടു ഓപ്പൺ ആണ്, എയർ കൊടുത്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ഡയറക്റ്റ് ആക്ടിംഗ് കൺട്രോളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ വാൽവ് വേണ്ടത് നോർമലി ഓപ്പൺ വാൽവ് ഉപയോഗിക്കണം. കാരണം ആക്ച്വൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ വാൽവിനെ അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ എയർ കൊടുത്തിട്ട്, അതായത് കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടും അതനുസരിച്ച് നമ്മുടെ സെറ്റ് പോയിൻറ്റിനേക്കാളും കൺട്രോൾഡ് വേരിയബിൾ കൂടുകയാണെങ്കിൽ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടും കൂടണം. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാൽവ് എന്ന് പറയുന്നത് നോർമലി ഓപ്പൺ വാൽവാണ്. അപ്പോൾ എയർ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് വാൽവ് അടയും. ഇനി റിവേഴ്സ് ആക്ടിംഗ് കൺട്രോളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കേണ്ട കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത് നോർമലി ക്ലോസ് വാൽവ് ആയിരിക്കണം. അതായത് സെറ്റ് പോയിൻറ്റിനേക്കാളും വേരിയേഷൻ കൂടുകയാണെങ്കിൽ ഔട്ട്പുട്ട് കുറയണം. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഡയറക്റ്റ് ആക്ടിംഗ് ആൻഡ് റിവേഴ്സ് ആക്ടിംഗ് കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൺട്രോൾ വാൽവുകൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫീഡ്ബാക്ക് കൺട്രോളിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. താങ്ക് യു.